വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അതിനായി ആദ്യം ഒരു ജാറിലേക്ക് പാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഒരു ചോക്ലേറ്റും ഇടാം കേട്ടോ. ഞങ്ങളിപ്പോൾ മഞ്ചാണ് ഇട്ടിട്ട് അത് പൊട്ടിച്ചിടാം. പിന്നെ കുറച്ച് പാലിട്ടിട്ട് അതിക്ക് ബീറ്റ്റൂട്ട് കഷ്ണങ്ങളായി കേട്ടോ. ഇത് നാച്ചുറൽ കളറായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സാവധാനരിയാണ് ഇട്ടത്. അത് ഇങ്ങനെ ഓരോ പാർട്ടുകളായിട്ട് അതിക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റത്തെ പിങ്ക് കളറാണ് ഇട്ടത്. പിന്നെ ഓറഞ്ചാണ് കേട്ടോ. പിന്നെ യെല്ലോ, പിന്നെ ഗ്രീൻ. ഇത്രയും കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് കളർ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബീറ്റ്റൂട്ടില്ലേ, ഇത് തളിച്ച് വരുമ്പോൾ അങ്ങനെ ഒഴിവാക്കണം കേട്ടോ. ഇതിട്ടിട്ട് വലിച്ചെറിയാം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമല്ല കേട്ടോ. ഒഴിവാക്കിട്ടോ ഞങ്ങൾ, ഇത് ആവശ്യമല്ല. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുക കേട്ടോ. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള നേരത്തെ ഉണ്ടാക്കി വെച്ച മഞ്ചും പാലും ജ്യൂസ് അച്ചതാണ് കേട്ടോ. അത് ചേർക്കണേ. അത് മുഴുവൻ ചേർത്തിട്ട് അലക്കി കൊടുക്കുക. നമ്മളാക്കിയ ചവ്വരി ഇടട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പിങ്ക് കളറാണ് ഇട്ടിട്ട് പിന്നെ ഓറഞ്ചും ചേർത്ത് അടുത്തൊരു യെല്ലോ ചേർക്കട്ടോ. അടുത്ത ഗ്രീൻ കളറാണ് ചേർക്കട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, നല്ല കളർഫുൾ ആയിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഐസ്ക്രീമിൻ്റെ മിക്സ്. അതിക്ക് ഓരോ ദിക്കും ഇങ്ങനെ ഒഴിച്ചേക്കുക. എല്ലാ ദിക്കും ഒഴിച്ചേക്കുക. നമ്മൾ ചേർക്കുന്നുണ്ട് എത്ര ഉണ്ട് എത്ര ദിക്ക് ഉണ്ടാക്കി ഒഴിച്ചേക്കുക കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. എല്ലാ ദിക്കും നിറച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കട്ടോ. എന്നിട്ട് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം എടുക്കുക. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ. ഇനിയും കാണാം. ടാറ്റ.